ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 2023 നടന്നൊരു എക്സാമാണ് 126/2023 UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, തീർച്ചയായിട്ടും ഒന്ന് ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ പ്രധാന ഉള്ളടക്കങ്ങൾ ഏതാ? ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ പ്രധാന ഉള്ളടക്കങ്ങൾ ഏവ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുക. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഒന്നേതാണ്? ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികൾ ഇല്ല എന്നത് ശരിയാണ്. അതേപോലെ മൂന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? സമൂഹത്തിൻ്റെ അത്യാവശ്യമനുസരിച്ചാണ് ഉൽപ്പാദകൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അല്ലെ നിശ്ചയിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉള്ളടക്കം അല്ലെങ്കിൽ ആശയം എന്ന് പറയും. ഇവിടെ തെറ്റേതാണ്? കുറഞ്ഞ വേതനത്തിനും ഉയർന്ന വേതനത്തിനും പരിധിയില്ല എന്നതാണ് തെറ്റായ ആൻസർ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം, ശരിയായി ചേരുംപടി ചേർത്ത് എഴുതുക. അല്ലേ, ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഏതാണ്? എല്ലാം ശരിയാണ്. ദാദാഭായ് നവറോജി, ചോർത്താ സിദ്ധാന്തം. രമേശ് ചന്ദ്രദത്ത് ഏതാണ്? സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ചാണക്യൻ, മഗധ, അമർത്യാസെൻ, നോബൽ സമ്മാനം. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? എല്ലാം ശരിയാണ്. ചേരുംപടി ചേർത്തത് എല്ലാം എന്താണ്? ശരിയാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അല്ലേ, അപ്പോൾ നമ്മുടെ ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതൊരു എക്സാമിന് ഈ ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും. ഇനി വരുന്ന ഈ വർഷത്തെ 2024 LP UP എക്സാമിന് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നോക്കി, BC 2700 മുതൽ 1500 വരെയാണ് ഹാരപ്പ സംസ്കാര കാലഘട്ടമായി കണക്കാക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത്തത്, ആദ്യ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ദയാറ സാഹ്നിയാണ്. മൂന്നാമത്തത്, 1921 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്നു. അല്ലേ, ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഏതാണ്? 2ഉം 3ഉം മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ ഇത് ശരിയാണ്, ഇത് ശരിയാണ്. ഏത്? ആദ്യ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദയാന സാഹ്നിയാണ്. 21 ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ശരി. ഓക്കെ, അടുത്ത ചോദ്യം, ഹാരപ്പ മെസപ്പൊട്ടോമിയൻ സംസ്കാരങ്ങൾ തമ്മിൽ കച്ചവടം നടന്നതിനുള്ള തെളിവ് താഴെ കൊടുത്തതിൽ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഏതാണ്? പ്രസ്താവന 3 ഒഴികെ 2ഉം ശരിയാണ്. പ്രസ്താവന 3 ഒഴികെ 2ഉം ശരിയാണ് എന്നതാണ് ആൻസർ. അപ്പോൾ ഏതാണ്? 1ഉം ശരിയാണ്, 2ഉം ശരിയാണ്. മെസപ്പൊട്ടോമിയൻ ലിഖിതങ്ങളിൽ മെലൂഹ എന്ന പ്രദേശത്തിൻ്റെ പരാമർശം, ഇപ്പോൾ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് പരാമർശം എവിടെയുണ്ട്? മെസപ്പൊട്ടോമിയൻ ലിഖിതങ്ങളിലുണ്ട്. രണ്ടാമത്തെ, ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസപ്പൊട്ടോമിയൻ മുദ്രകളാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് വ്യാപാര ബന്ധമുണ്ട് അല്ലെങ്കിൽ കച്ചവട ബന്ധമുണ്ട് എന്നാണ് തെളിവ്. ഓക്കെ, അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യവും ഒരു ചേരുംപടി ചേർക്കലാണ്. ക്യൂണിഫോം, ഹൈഡ്രോഗ്ലിഫിക്സ്, സ്പിങ്സ്, സിഗറാത്തുകൾ, ഇങ്ങനെ നമ്മൾ ചേരുംപടി ചേർക്കുക. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? ഇതിൽ 4ാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരി. ഏതാണ്? സിഗറാത്തുകൾ എന്ന് പറഞ്ഞാൽ ആരാധനാലയം എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് 6ാമത്തെ ചോദ്യം, പന്തി ഭോജനം സംഘടിപ്പിച്ച് അവർണ സവർണ വ്യത്യാസത്തെ വെല്ലുവിളിച്ച ആദ്യകാല സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 6ന്റെ ആൻസർ ഏതാണ്? നമുക്കെല്ലാം അറിയാം, വൈകുണ്ഠസ്വാമിയാണ് പന്തി ഭോജനം. ഓക്കെ, അടുത്തത് 7ാമത്തെ ചോദ്യം, എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി ആരാണ്? ആരാണത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. 8ാമത്തെ ചോദ്യം, ഗാന്ധിജി കൈസർ എ ഹിന്ദ് എന്ന പദവി തിരിച്ചു നൽകിയത് ഏത് സംഭവത്തുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണ് ചോദ്യം. ഏതാണ്? അതിൻ്റെ ആൻസർ നമുക്കറിയാം. 8ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് അല്ലേ, 1919 ആണ് അല്ലേ. അടുത്ത് നോക്കി,
ചേരുംപടി ചേർത്തവ പരിശോധിക്കുക അല്ലേ. അപ്പം 4 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ താഴെ തരുന്ന സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നമ്മൾ ആൻസർ ചെയ്യുക. ഓക്കെ, 9ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? 1, 2, 3 ശരിയായി ചേർത്തിരിക്കുന്നു. 1, 2, 3 ശരിയായി ചേർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്? സവർണ ജാഥ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ദണ്ഡിയാത്ര സി കൃഷ്ണനായരാണ്. ക്വിറ്റ് ഇന്ത്യ സമരം അരുണ ആസഫ്ലിയാണ് എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഇത് 3 ശരിയാണ്. അടുത്തത് 10ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. 10ാമത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിക്കുക എന്ന് പറയുന്നത് ലക്ഷ്യത്തിൽ പെട്ടതല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായ ആൻസർ ഏതൊക്കെയാണ്? ഇവിടെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ് അല്ലേ. ഓക്കെ, അടുത്ത 11ാമത്തെ ചോദ്യം, ഇന്ത്യ PSLV C-51 ഉപയോഗിച്ച് വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1 ഏത് രാജ്യത്തിൻ്റെതാണ് എന്നാണ് ചോദ്യം. 11ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ബി ആണ്, ബ്രസീലിൻ്റെയാണ്. ആമസോണിയ 1 ആരുടെയാണ്? ബ്രസീലിൻ്റെയാണ്. ഓക്കെ, അടുത്ത 12ാമത്തെ ചോദ്യം, സൂര്യനേക്കാൾ ചൂട് കൂടിയ റേഡിയോ നക്ഷത്രങ്ങളുടെ അപൂർവ വിഭാഗത്തിൽപ്പെട്ട 8 നക്ഷത്രങ്ങളെ കണ്ടെത്തിയ പൂനെ ആസ്ഥാനമായുള്ള NCRAയിലെ സംഘത്തലവൻ ആരാണ്? 12ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത 13, മഹാനദി കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? മഹാനദി കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒറീസ. അടുത്ത 14ാമത്തെ ചോദ്യം, നവീന ശിലായുഗത്തിൻ്റെ സവിശേഷതയാണ് താഴെ കൊടുത്തൽ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. 14ാമത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണ് അല്ലേ. ആയുധങ്ങൾ മിനുസപ്പെടുത്തിയത് മൂർച്ചയുള്ളതൊക്കെയാണ് ഏതിൻ്റെ പ്രത്യേകത? നവീന ശിലായുഗത്തിൻ്റെ സവിശേഷതയായിട്ട് പറയുന്നത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ 26 നമുക്കറിയാമല്ലോ. ഈ ദിനം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ അംഗീകരിച്ച ദിവസമാണേത്? അടുത്ത ചോദ്യം, പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായി അംഗീകരിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, 86ാം ഭേദഗതി. അടുത്തത്, GST പ്രാബല്യത്തിൽ വന്നത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ നമുക്കറിയാം. ഏതാണ് ഓപ്ഷൻ? അതിൻ്റെ ആൻസർ 2017 ജൂലൈ 1 ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അവനി ലഖര. അവനി ലഖര അല്ലേ. ഏത് ഇനത്തിനാണ് സ്വർണം കിട്ടിയതെന്നാണ് ചോദ്യം. ഏതാണ്? 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിങ് അതിലാണ് കിട്ടിയത്. ഓക്കെ, അടുത്തത്, സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് ഫയർ ഉണ്ടാക്കുന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകമൂലകം ഇതിൽ ഏതാണ്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 20ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ടിൻ ആണ്. അതേപോലെ തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ഏതാണ്? നമുക്കറിയാം, കൂടുതലുള്ള ഏതാണ്? ചുവപ്പാണ് അല്ലേ. അടുത്ത ചോദ്യം, കാറ്റിൻ്റെ വേഗത അളക്കാൻ ഇതിൽ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? 22ാമത്തെ ചോദ്യം. ആൻസർ ഏതാണ്? നമുക്കറിയാം, അനിമോമീറ്റർ ആണ് അല്ലേ. അടുത്തത്, വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് ആരാണ്? ആരാണത് കണ്ടുപിടിച്ചത്? അതും സിമ്പിൾ ചോദ്യം തന്നെയാണ്. മൈക്കൽ ഫാരഡെയാണ് കണ്ടുപിടിച്ചത്. സൗരയുധത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ഏതാണ് തിളക്കമുള്ള ഗ്രഹം എന്ന് പറയുന്നത്? അതും നമുക്കറിയാം, ശുക്രനാണ് അല്ലേ. പ്രഭാത നക്ഷത്രം അല്ലേ, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളൊക്കെ തിളങ്ങിക്കാണുന്നതാണ് ശുക്രനാണ് അല്ലേ. അടുത്ത്, ഹൈഡ്രോളിക് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? ഹൈഡ്രോളിക് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? ഏതാണ് അതിൻ്റെ തത്വം? പാസ്കൽ നിയമമാണ്. അപ്പോൾ ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ പ്രവർത്തന തത്വം ഏതാണ്? പാസ്കൽ നിയമമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഗ്രഹങ്ങളെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആരാണത്? നമ്മൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യും? ന്യൂട്ടൺ എഴുതി വയ്ക്കും. 26ൻ്റെ ആൻസർ ഏതാണ്? കെപ്ലറാണ്. കെപ്ലർ. അടുത്തത്, അടുത്ത 27ാമത്തെ ചോദ്യം, 2 ലോക കഷ്ണങ്ങൾ ഒരു ലായനിയിൽ മുക്കിയപ്പോൾ അവയ്ക്ക് ഒരേ പ്ലവക്ഷമ ബലമാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ അവയുടെ താഴെ കൊടുത്തത് ഒന്ന് ഫില്ല് ചെയ്യണം അല്ലേ. ഡാഷ് തുല്യമാണ്. അപ്പം നമ്മൾ ഇതിലേതാണ് ശരി എന്ന് അവിടെ ഫില്ല് ചെയ്യുക. 27ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ
ഡി ആണ്, വ്യാപ്തം തുല്യമാണെന്നാണ് അതിൻ്റെ അനുമാനം അല്ലേ. അടുത്ത 28ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സദിശ അളവ് ഏതാണ്? സദിശ അളവ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ആക്കമാണ് സദിശ അളവെന്ന് പറയുക. അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ സിങ്കിൻ്റെ അയിര് അല്ലാത്തത് ഏതാണ്? സിങ്കിൻ്റെ അയിര് അല്ലാത്തത് ഏതാണ്? ഏതാണ് സിങ്കിൻ്റെ അയിര് അല്ലാത്തത്? 29ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സിഡ്രൈറ്റ് ആണ് സിങ്കിൻ്റെ അയിര് അല്ലാത്തത്. അടുത്ത ചോദ്യം, ലിൻഡെയ്ൻ അഥവാ 666 എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ഏതാണത്? അപ്പം 30ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? ബെൻസീൻ ഹെക്സാക്ലോറൈഡ് ആണ് ആൻസർ. ബെൻസീൻ ഹെക്സാക്ലോറൈഡ് ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുക. അടുത്തത്, സോഡിയം അമാൽഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? 31ാമത്തെ ചോദ്യമാണ്. സോഡിയം അമാൽഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏതാണത്? ലായനിയാണ്, ലായനി. ഓക്കെ. അടുത്തത്, ആവർത്തന പട്ടിക ഉപയോഗിച്ചുകൊണ്ട് മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുക അല്ലെ പ്രവചിക്കുക. 32ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതാണ് അതിൻ്റെ ആൻസർ. 33, താഴെ പറയുന്നവയിൽ ഏതാണ് ലൂയിസ് അമ്ലം? ലൂയിസ് അമ്ലം എന്ന് പറയുന്ന ഏതാണ് ചോദ്യം? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങിയ അയിരുകളുടെ സാന്ദ്രണ പ്രക്രിയയിൽ ഡിപ്രസൻ്റായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? 35ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സോഡിയം സയനൈഡ് ആണ്. സോഡിയം സയനൈഡ്. അടുത്ത ചോദ്യം, ലീഗോ രസതന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, ക്ലിക്ക് രസതന്ത്രം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് ഓട്ടോമൊബൈൽ കാറ്റലറ്റിക് കൺവേർട്ടറിൽ ഉപയോഗിക്കുന്നത്? ഏതാണ്? 37ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പലേഡിയം. പലേഡിയം. മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? നമുക്കറിയാം. 38ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, തലച്ചോറിനെ ബാധിക്കുന്ന അസുഖമാണ് മെനിഞ്ചൈറ്റിസ്. ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? 39ാമത്തെ ചോദ്യമാണ്. അതിൻ്റെ ആൻസർ എന്താണ്? ബി ആണ്, ശാസ്ത്രീയമായിട്ട് മുയൽ വളർത്തൽ എന്ന് പറഞ്ഞ പേരാണ് ക്യൂണിക്കൾച്ചർ. അടുത്ത്, കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗം ഏതാണ്? ഒരു ചോദ്യം ഉറപ്പാണ്, കർണത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ചോദിക്കുന്നത് എഴുതിപ്പെടുന്നു ആ രീതിയിൽ, അല്ലെങ്കിൽ ചെറിയ അസ്ഥിയത അങ്ങനെയൊക്കെ പലതും ചോദിക്കും. അസ്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നൊക്കെ ചോദിക്കും അല്ലേ. 40ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കോക്ലിയാണ്. കോക്ലിയുടെ ഭാഗമാണ്. അടുത്തത്, കിങ്ഡം മൊറീനയുടെ സവിശേഷത എന്ത്? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 41ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ഇതിൽപ്പെടുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണത്? നമുക്കറിയാം, ഗ്രിഗർ മെൻഡലിനെ അല്ലേ. ഓപ്ഷൻ ഡി ആണ് 42ൻ്റെ ആൻസർ. 43, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കോശാംഗങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ. അപ്പോൾ കോശാംഗങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ ജോഡികൾ നമ്മൾ കണ്ടെത്തണം. ഓക്കെ. അതിൽ ആൻസർ എന്ന് പറയുന്നത് 43ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഇതാണ് തെറ്റായ ജോഡി. ലൈസോസോം കോശ വിഭജനത്തിന് സഹായിക്കുന്നു എന്നതാണ് തെറ്റ്. അടുത്ത് 44, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നത് ആരുടെ പുസ്തകമാണ്? 44ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആരെയാണ്? സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പുസ്തകമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുക. അടുത്ത 45ാമത്തെ ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഏതാണ്? 45ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? ഗഗൻയാനാണ്. ഗഗൻയാൻ.